ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ചെമ്മീനിലെ ഏറ്റവും ടേസ്റ്റ് ഉള്ള റെസിപ്പി എന്ന് വേണേൽ പറയാം. അത്രയും അടിപൊളിയാണ് ചെമ്മീൻ തവ ഫ്രൈ. നമ്മൾ ഹോട്ടൽസ് നിന്നൊക്കെ കഴിക്കാറുണ്ട് തവ ഫ്രൈ. അടിപൊളി കിട്ടു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും ടേസ്റ്റ് ഉള്ള വേറെ റെസിപ്പി കഴിച്ചില്ല ചെമ്മീൻ്റെ. അത്രയും ടേസ്റ്റാണ്. ചോറിനായാലും ചപ്പാത്തി, വെള്ളപ്പം ഏതിനായാലും നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മുടെ ചെമ്മീൻ തവ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 500 ഗ്രാം വലിയ ചെമ്മീന് ഇതാ തലയോട് കൂടിയിട്ടാണ് ക്ലീൻ ചെയ്ത് വെച്ചാണ് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യണേ. ഇനി ഇതാ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. നമുക്കൊരു മസാലക്കൂട്ട് ഉണ്ടാക്കണം ആദ്യം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചട്ടിയിലേക്ക് ഇതാ ഞാനൊരു 1/2 കപ്പ് ചെറിയുള്ളി ഇതാ കുഞ്ഞതായിട്ട് ഏകദേശം 1/2 കപ്പ് മുറിച്ചിട്ട് വെച്ചാണ്. അത് ആദ്യം ഇട്ട് കൊടുക്കട്ടെ. നമ്മളിത് ചെറിയുള്ളിയിലാണ് നമ്മൾ മസാല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതാ അതിന്റെ കൂടേക്ക് ഒരു 4-5 വലിയ ചോള, 5 വലിയ ചോള വെളുത്തുള്ളിയാണ്, ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ട്. അതിന്റെ കൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒക്കെ ഇതാ നല്ല പേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ചെറുതായിട്ട് ക്രഷ് ചെയ്താണ്. ഇതാ ഇനി ഇത്തിരി കരിവേപ്പിലുണ്ട്. അതേപോലെ ഇതാ ഒരു 4 എരിവുള്ള പച്ചമുളക് ഇങ്ങനെ ചീന്തിയതാണ്. നമുക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചതക്കിയെടുത്ത് കുരുമുളകാണ് 1 ടീസ്പൂണ്. ഇനി 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ്. നമ്മൾ സാധാ മുളക് പൊടിയല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1/2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ. ഇത് റെഡ് ഒരു കളറായിരിക്കും നമ്മുടെ തവ ഫ്രൈ. ഇനി 1 ടീസ്പൂണ് മല്ലിപ്പൊടി, അതേപോലെ ഒരു 1/4 to 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഇതിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു മസാലക്കൂട്ടാണ്. ഇതൊരു 1/4 ടീസ്പൂണ് നമ്മുടെ കടുക്, 1/4 ടീസ്പൂണ് ഉലുവ, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം, അതായത് നമ്മുടെ വലിയ ജീരകം. ഇത് 3ഉം 1/4 ടീസ്പൂണ് ഒന്ന് വറുത്തിട്ട് ഒന്ന് ചതക്കിയെടുത്താണ്. പൊടിഞ്ഞു പോയില്ലതും കണ്ടോ, ഇതും ചേർത്ത് കൊടുത്തേ. ഇനി ഇത് പുളിവെള്ള, നമ്മളെ വാളം പുളി, ഞാൻ ഒരു നെല്ലിക്ക വലുപ്പം അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളം പുളി എടുത്തിട്ട് നന്നായിട്ട് കുതിർത്തിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്തിയിട്ട് ആ ചണ്ടില്ലേ, കുരുവും അതിൻ്റെ കൂടെ ഉള്ളതൊക്കെ കളഞ്ഞു വെച്ചാണ്. ഇതുകൂടി ചേർത്ത് കൊടുക്കേ. ഇനി നമുക്കിതാ ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കേ. ഇനി ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മളെ വെളിച്ചെണ്ണാണ്. ഇതും കൂടി ഈ മസാലയിലേക്ക് ചേർത്തട്ടെ. നമുക്ക് ഈ മസാല ഒന്ന് എല്ലാം മിക്സ് ചെയ്യട്ടോ. കൈ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പം ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യും കേട്ടോ. ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഇട്ടോ. നമ്മൾ ഉള്ളിച്ചമ്മന്തിയൊക്കെ അല്ലേ ചോറിനുണ്ടാക്കുന്നേ, പുളിയും ചെറിയുള്ളിയും വെളിച്ചെണ്ണയും ഒക്കെ വെച്ചിട്ട്, അതൊരു ടേസ്റ്റാണ്. അതിൽ കുറച്ചുകൂടി എരിവൊക്കെ കൂടുന്നു മാത്രം. ഇനി ഇതിലേക്ക് ഇതാ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കട്ടെ. ഇതാ ഇനി നമുക്ക് നമ്മുടെ ചെമ്മീന് ഓരോന്നോരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഞാൻ ചെമ്മീന് മൊത്തം ഇതിലിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് മസാല ഒക്കെ ഒന്ന് ചെമ്മീനോട് കൂട്ടി കൊടുത്തേ. ഒരു മസാല ഒക്കെ മുകളിലാക്കിയിട്ടുണ്ട്. ചെമ്മീൻ കുത്തി ഇളക്കരുത്, പൊട്ടിപ്പോവും കേട്ടോ. നമ്മുടെ തലോടെ കൂടി ചേർത്തല്ലേ, അപ്പം എല്ലാം സൂക്ഷിച്ച് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പം മസാല ഒക്കെ ചെമ്മീൻ്റെ മേലെ പൊതിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 1/2 മണിക്കൂർ മിനിമം, 1 മണിക്കൂറൊക്കെ വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും, പിടിക്കല്ലോ നന്നായിട്ട്. അപ്പം ഞാൻ ഇതൊരു 1/2 മണിക്കൂർ അടിച്ചു വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലൊരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ തീ കുറച്ച് വെച്ചാണ്. അപ്പം അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കട്ടെ. ഇതാട്ടോ ഞാൻ തേങ്ങ ഒന്ന് മൂപ്പിച്ച് കോരി എടുത്തിട്ടുണ്ട്. ഇത്ര ആയിട്ടേ ഉള്ളൂ, അധികം മൂത്തൊയില്ല കേട്ടോ. ഇനിതാ നമ്മൾ ഇതേ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ചെമ്മീന് ഓരോന്നോരോന്ന് ഇട്ടെടുക്കേ. ഇതാ ഞാൻ നമ്മുടെ മസാലയിൽ നിന്ന് ചെമ്മീൻ മാത്രം വെളിച്ചെണ്ണയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതാ അത്യാവശ്യം നല്ല തീയിലാണ് ഞാൻ ചെമ്മീൻ ഇട്ടത്. ഇനി ഒന്നൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൂടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മസാലയുടെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ മസാല അല്ലേ നേരത്തെ, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേ. മസാല ഒക്കെ ഒന്ന് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
ചെമ്മീനിലേക്ക്. എന്നിട്ട് നമ്മളെ ചട്ടിയിൽ ഇത്തിരി കൂടി ഞാനിതാ വെള്ളം ഒഴിച്ചിട്ട് ആ മസാല ഒക്കെ ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒഴിച്ചുകൊണ്ടേ. ഇനി ഇതൊന്ന് നമുക്ക് ഈ മസാലയൊക്കെ ഇടുന്നിട്ട് വേവിച്ചെടുക്കാം. ഇതാ ഒരു 5 മിനിറ്റ് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ടോ. അപ്പോൾ ഇതാ ഒന്ന് നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് മസാല ഒക്കെ ഒന്ന് കുറുകി വന്നുണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കരിവേപ്പില. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നല്ല മിക്സ് ചെയ്ത് കൊടുക്കേ. ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയോ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താ പറഞ്ഞാൽ ഇതുവരെ വെള്ളം ഉണ്ടായിരുന്നല്ലോ മസാലയിൽ. ഇനിയിപ്പോൾ നമുക്ക് വറ്റിച്ചിട്ട് ഒരു മസാല പരിവം ഇതിനോട് യോജിച്ച് കിട്ടണം. അതുവരെ നമുക്ക് വറ്റിച്ച് ചെറിയ തീയിലിട്ടിട്ട് വറ്റിച്ചെടുക്കുക. എടുത്ത് തിരിച്ചും മറിച്ചു ഇട്ട് കൊടുക്കുക. അല്ലെ ഒരു ഭാഗം തന്നെ വെച്ചാൽ അങ്ങ് അടി പിടിച്ചു. ഓക്കെ ഉണ്ടോ. അതേപോലെ ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് നമ്മളെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടോ വറ്റി വറ്റി വരുന്നത്. അപ്പൊ ഈ രൂപക്കായ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യട്ടോ. അധികം വറ്റിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചോറിനൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കണ്ടോ നമ്മളെ മസാല ഒക്കെ നല്ല വറ്റി എണ്ണ ഒക്കെ ഇതാ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മളെ വെളിച്ചെണ്ണ കണ്ടില്ലേ. ഇതാ ഈ ഒരു രൂപമാകുമ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ്. കുറച്ചൊരു മസാലയോട് കൂടി ഇനിയും നല്ലോണം ഉണങ്ങണമെങ്കിൽ കുറച്ചുകൂടി ചെറിയ തീ തന്നെ വെച്ചാൽ മതി. വരട്ടിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുകയാണ്. കുറച്ചൊരു ഗ്രേവി പോലെ മസാല കുറച്ചൊരു ലൂസായിട്ട് എങ്ങനെ വേണമെങ്കിലൊക്കെ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന ഹബ്ബാരാട്ടോ. എന്തിൻ്റെ കൂടെയും പോരും. ഇപ്പം നോമ്പൊക്കെ അല്ലേ, നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ചെമ്മീൻ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. കിട്ടില്ല ടേസ്റ്റ് എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. ഞാനിതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റട്ടെ. അതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.